Hello all, welcome to this new video. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രിഡിൻ്റെ സൈസിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് ഗ്രിഡിനകത്ത് ഇപ്പോൾ സൈസിങ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയും കൂടെ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം. നമുക്കിവിടെ ഒരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റും. ആ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയും കൂടെ നിങ്ങളെ ഞാനിവിടെ ജസ്റ്റ് പഠിപ്പിക്കാം. അപ്പോൾ അതിന് ഗ്രിഡ് സൈസിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫ്ലെക്സ് സൈസിങ് പഠിച്ചതാണ്. അതേപോലെ തന്നെ ഗ്രിഡിനകത്തും കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. ഇവിടെ ഞാൻ ഗ്രിഡ് ടെംപ്ലേറ്റ് റോസ് കോളംസ് ഇങ്ങനെ എഴുതുന്നതിന് പകരമായിട്ട് എനിക്കൊരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇത് ക്ലിയർ ചെയ്യുകയാണ്. ക്ലിയർ ചെയ്തതിന് ശേഷം ഗ്രിഡ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രിഡ് ടെംപ്ലേറ്റ്, ഗ്രിഡ് ടെംപ്ലേറ്റ്. ഇവിടെ നമുക്ക് ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി ആയിട്ട് 100 പിക്സൽ, 200 പിക്സൽ കൊടുത്തില്ല, പിക്സൽ, അതുപോലെ തന്നെ സ്ലാഷ് ഇട്ടതിന് ശേഷം 100 പിക്സൽ, 200 പിക്സൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇതെന്താ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റോസ് ആണ്. റോസ് അതായത് 100 പിക്സലിലുള്ള ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 100 പിക്സലിലും സെക്കൻഡ് റോ എന്ന് പറയുന്നത് 200 പിക്സലിലുമാണ് വരുന്നത്. എന്നാൽ സെക്കൻഡ് ഈ ഓപ്ഷൻ, അതായത് ഈ സ്ലാഷ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതിട്ടിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കോളംസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. 100 പിക്സൽ എന്ന് പറയുന്ന ഫസ്റ്റ് കോളം 100 പിക്സലിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് 100 പിക്സൽ 200 പിക്സലിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 300 കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് അത് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗ്രിഡ് ടെംപ്ലേറ്റ് ഗ്രിഡ് ടെംപ്ലേറ്റ് റോസ് കോളംസ് എന്ന് കൊടുക്കാതെ തന്നെ ഗ്രിഡ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ച് ഷോർട്ട് ഹാൻഡ് ആയിട്ട് നമുക്ക് ഇതേപോലെ കൊടുക്കാൻ പറ്റും. ഒരിക്കലും ഞാൻ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിനെ റെക്കമെൻഡ് ചെയ്യത്തില്ല ഇതേപോലെ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി കൊടുക്കാനായിട്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഗ്രിഡ് ടെംപ്ലേറ്റ് റോസും കോളംസും തന്നെ കൊടുത്ത് ചെയ്യുക. ഞാനിത് പഴയ പോലെ തന്നെ ഗ്രിഡ് ടെംപ്ലേറ്റ് റോസും കോളംസുമായിട്ട് തന്നെ എഴുതുകയാണ്. ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് 200 പിക്സൽ, 100 പിക്സൽ. അതേപോലെ തന്നെ എന്താണ് ഗ്രിഡ് ടെംപ്ലേറ്റ് റോസ് എന്ന് പറയുന്നത് 200 പിക്സൽ, 100 പിക്സൽ. ജസ്റ്റ് റാൻഡമായിട്ട് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്കവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ 100 പിക്സൽ ആക്കുകയാണേ. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ആ ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ ഇതിനോട് കൊടുക്കാൻ പോകുന്നത്. ഓട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% എന്നാണ് അർത്ഥം. ഇപ്പോൾ ഫസ്റ്റ് കോളം, ഇപ്പോൾ ഈ ഒരു കോളത്തിൻ്റെ കേസിലാണ് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് 100 പിക്സൽ ആണല്ലോ അല്ലേ. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് 100 പിക്സൽ തന്നെയാണ്. സെയിം സൈസാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ 100 പിക്സൽ മാറ്റിയിട്ട് എനിക്ക് സെക്കൻഡ് കോളത്തിൻ്റെ 100 പിക്സൽ മാറ്റിയിട്ട് എനിക്ക് ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ കൊടുക്കാൻ പറ്റും. AUTO ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ, എന്താ ഓട്ടോ എന്ന് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് 100 പിക്സൽ, അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 100 പിക്സലിൽ നിന്ന് മാറിയത് 200 പിക്സൽ 100 പിക്സൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇത് മാറിയിട്ട് അവിടെ 100%ലേക്ക് പോയി. ഇപ്പോൾ ഞാൻ ഈ സ്ക്രീൻ വലുതാക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ഒരു സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഓട്ടോ കൊടുത്തതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്ക്രീനിൻ്റെ വിഡ്ത്തിനനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് 100%ലേക്ക് നിൽക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് 100% കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് റോസും വേണമെങ്കിൽ ഓട്ടോ കൊടുക്കാം. ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ റോസിൽ ഓട്ടോ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ കൊടുത്തപ്പോൾ ഒരിക്കലും എന്താണ് ഓട്ടോമാറ്റിക് സൈസ് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ കോണ്ടന്റിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് 3-4 എന്ന് പറയുന്ന ആ ഒരു കോണ്ടന്റിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സ്പേസ് മാത്രമേ ഓട്ടോമാറ്റിക് എടുക്കത്തുള്ളൂ. അതായത് റോസിൻ്റെ കേസിൽ നമ്മൾ ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ കോണ്ടന്റിൻ്റെ വിഡ്ത്തിനെ ആയിരിക്കും ഹൈറ്റിനെ ആയിരിക്കും എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെയും കൂടെ ഓട്ടോ കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് നോക്കാം. സേവ് ചെയ്യാം. കണ്ടില്ലേ എന്താ സംഭവിച്ചിരിക്കുന്നത്? 2 റോസും ഓട്ടോമാറ്റിക്കായി, അതായത് അതിൻ്റെ കോണ്ടന്റിനനുസരിച്ച്, അതായത് 1 എന്ന് പറയുന്ന ആ ഒരു കോണ്ടന്റിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ രണ്ടും ഇവിടെ ഓട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓട്ടോ എന്ന് പറയുന്നത് എപ്പോഴും 100% ആണ്. അതായത് നമ്മുടെ വിഡ്ത്ത് ആണെങ്കിൽ 100% ആയിരിക്കും. അതുപോലെ ഹൈറ്റ് ആണെങ്കിൽ അതിൻ്റെ കോണ്ടന്റ്, മീൻസ് റോസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ കോണ്ടന്റ് എത്രയാണോ അത്രയായിരിക്കും ആ ഒരു ഇത് വരുന്നത്. ഓക്കെ, നമ്മൾ ഓട്ടോ പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് മിൻ മാക്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. മിൻ മാക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഞാനത് ആദ്യം അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിലേക്ക് ഒരു സൈസ് കൊടുക്കാം. ഞാനിത് 200 പിക്സൽ എന്ന് കൊടുക്കുന്നു, 400 പിക്സൽ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഗ്രിഡ് ടെംപ്ലേറ്റ് ഓക്കെ കോളത്തിന് ഓക്കെ റോസിന് ഞാൻ ഇതേപോലെ സൈസ് മാറ്റുകയാണ്. 200 പിക്സൽ, അതുപോലെ തന്നെ 400 പിക്സൽ.
അപ്പോൾ നമുക്ക് രണ്ടും 200 പിക്സൽ 400 പിക്സലിലുള്ള സംഭവം കിട്ടിയിട്ടുണ്ട്. എനിക്കിനിയും എന്താണ് ഈ ഒരു 200 പിക്സൽ എന്ന് പറയുന്ന സാധനത്തിനെ മാറ്റിയതിന് ശേഷം ഈ ഒരു 400 മാറ്റിയതിന് ശേഷം എനിക്ക് മിൻ മാക്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൊടുക്കാൻ പറ്റും. അതായത് സ്ക്രീൻ വലുതാകുന്ന സമയത്ത് എത്രത്തോളം നമ്മുടെ ആ ഒരു കോണ്ടന്റിൻ്റെ റോസിൻ്റെ വിഡ്ത് വരണം, അതുപോലെ സ്ക്രീൻ ചെറുതാക്കുമ്പോൾ എത്രത്തോളം അത് വരണമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും മിൻ മാക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഈ 400 ഇവിടുന്ന് മാറ്റുകയാണ്. അതായത് ഗ്രിഡ് ടെംപ്ലേറ്റ് റോസിൽ നിന്ന് 400 പിക്സൽ എന്ന് പറയുന്ന ഫിക്സഡ് സൈസിനെ മാറ്റിയിട്ട് അവിടെ മിൻ മാക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. മിൻ മാക്സ് ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട്. മിൻ മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കാൽക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനൊക്കെ ഇല്ലേ, അതേപോലെ തന്നെയാണ് മിൻ മാക്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മിൻ മാക്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിൽ ഞാൻ 400 പിക്സൽ എന്ന് കൊടുക്കുന്നു. അതേപോലെ കോമ ഇട്ടതിന് ശേഷം 800 പിക്സൽ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത്, അതായത് ഗ്രിഡ് ടെംപ്ലേറ്റ് റോസ് മീൻസ് രണ്ടാമത്തെ റോസിൻ്റെ മീൻസ് നമ്മുടെ ഈ ഒരു റോ രണ്ടാമത്തെ റോ, അത് ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 200 പിക്സലിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ സെക്കൻഡ് റോ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. കണ്ടോ, എന്താണ് മിൻമാക്സ് കൊടുത്തു. മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ 400 ആയിരിക്കും, മാക്സിമം പോകുന്നത് 800 വരെ ആയിരിക്കും. ഞാനിത് ഫുൾ സ്ക്രീൻ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഫുൾ സ്ക്രീനിലാണ് നിൽക്കുന്നത്. നമ്മളുടെ കോണ്ടന്റിനെ ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് സ്ക്രീനിലുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് നമ്മളുടെ കോഡ് നോക്കിക്കഴിഞ്ഞാൽ 800 പിക്സലാണ്. കാരണം മാക്സിമം ആണ്. മാക്സ് ആ പേരിൽ തന്നെയുണ്ട്. ആദ്യം മിനിമം ആയിരിക്കും. മിനിമം എന്ന് പറയുന്നത് 400, രണ്ടാമത് മാക്സ് ആണ്, അപ്പോൾ രണ്ടാമത് 800 പിക്സൽ. അപ്പോൾ ഇത് ഫുൾ സ്ക്രീൻ ആണ് എങ്കിൽ ഇത് എന്താണ് എടുക്കുന്നത്, 800 പിക്സൽ ആയിരിക്കും ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻസ്പെക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ രണ്ടാമത്തെ ഈ ഒരു റോയുടെ സൈസ് എത്ര നോക്കിക്കഴിഞ്ഞാൽ അവിടെ 800 പിക്സൽ ആയിരിക്കും എടുത്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ ഫൈൻ. എന്നാൽ ഞാൻ വൺസ് ഇത് ഇൻസ്പെക്ട് എടുത്തതിന് ശേഷം വൺസ് ഇത് ഞാൻ ഒന്ന് ചെറുതാക്കുകയാണ്, ഷ്രിങ്ക് ചെയ്യുവാണ്. ഷ്രിങ്ക് ചെയ്ത് എവിടെ വരെ അത് പോകുമെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ചെറുതാകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 800 പിക്സലിന് പുറത്തേക്ക് അത് പോകത്തില്ല. കണ്ടില്ലേ, നമ്മൾ കൊടുത്തിരിക്കുന്ന മിനിമം വിക്സിന് മാക്സിമം വിഡ്ത്തിൻ്റെ പുറത്തേക്ക് അത് പോകത്തില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താണ് മിനിമം വിഡ്ത്ത് മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനിമം 400 ആയിരിക്കും, മാക്സിമം എന്ന് പറയുന്നത് 800 പിക്സൽ ആയിരിക്കും. 800 പിക്സലിന് പുറത്തേക്ക് അത് പോകത്തില്ല. കണ്ടില്ലേ, നിങ്ങളിത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഡൗട്ട് വരുന്ന സമയത്ത് എന്നോട് ചോദിക്കുക, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മിനിമം വിഡ്ത്ത് മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു, ഒരു ചെസ് ബോർഡിൻ്റെ ടാസ്ക്. അപ്പോൾ ആ ചെസ് ബോർഡിൻ്റെ ടാസ്കിനകത്ത് നിങ്ങൾ എന്താ റിപ്പീറ്റഡ് ആയിട്ട് സെയിം കോഡ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് 1FR 2FR 3FR 4FR 5FR മീൻസ് 1FR 2FR എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്ക് ചെയ്തവരാണെങ്കിൽ അത് മനസ്സിലായി കാണും. അത് ഭയങ്കര അനോയിങ് ആണല്ലേ. നമ്മൾ ഡെവലപ്പേഴ്സാണ്, നമ്മൾ കോഡേഴ്സാണ്, നമ്മൾ മടിയന്മാരാണ്. നമ്മൾ ഒരിക്കലും റിപ്പീറ്റഡ് ആയിട്ട് കോഡ് ചെയ്യാറില്ല. ഒരു വട്ടം ചെയ്ത കോഡ് പിന്നെ റിപ്പീറ്റഡ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് അതിനും ഇവിടെ നമുക്ക് ഗ്രിഡിനകത്ത് ഒരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ ഞാൻ ഈ രണ്ട് ഓപ്ഷൻ ഇവിടെ എടുത്ത് മാറ്റുകയാണ്. നമ്മൾ മിൻമാക്സ് അധികം അങ്ങനെ കൊടുക്കാറില്ല, പ്രൊജക്റ്റിലാണെങ്കിലും വളരെ റയറായിട്ട് നമ്മൾ കൊടുക്കാറുള്ളൂ. എന്നിരുന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി എക്സ്ട്രാ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ മിൻമാക്സ് പഠിപ്പിച്ചത്. നിങ്ങൾ സാധാരണ ചെയ്യുമ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് വെച്ച് തന്നെ ചെയ്യുക. മിൻമാക്സ് മീൻസ് ചെയ്യത്തില്ലെന്നല്ല പറഞ്ഞാൽ, അഡ്വാൻസ്ഡ് ലെവലിലൊക്കെ നമ്മൾ ചില കോംപ്ലക്സ് ആയിട്ടുള്ള ലേഔട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മിൻമാക്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, എന്നിരുന്നാലും നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നില്ല, എന്നാലും അത് പഠിച്ചിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് സൈസും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. ഞാനിവിടെ റിപ്പീറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. റിപ്പീറ്റ് കൊടുത്തതിന് ശേഷം ഞാൻ 2 വട്ടം റിപ്പീറ്റ് ചെയ്യണം എന്നാണ് അവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് ടൈംസ് ടു റിപ്പീറ്റ് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ 2 വട്ടം റിപ്പീറ്റ് ചെയ്യണം. എത്ര സൈസ് കൊടുക്കണം? 200 പിക്സലിൻ്റെ 2 കോളംസ് അവിടെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? 200 പിക്സലിൻ്റെ 2 കോളംസ് അല്ലേ. ഇതേപോലെ റോസും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. റിപ്പീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എഴുതുക. അതിനുശേഷം എനിക്ക് 2 വട്ടം റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം നമ്മൾ 100 പിക്സൽ 200 പിക്സൽ 300 പിക്സൽ എഴുതുന്നതിന് പകരമായിട്ട് നമുക്ക് എന്താ ഡയറക്റ്റ് റിപ്പീറ്റിനകത്ത് എത്ര നമ്പർ ഓഫ് ടൈംസ് അത് വർക്ക് ചെയ്യണം, എത്ര നമ്പർ ഓഫ് ടൈംസ് അത് വരണം എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. അതിനുശേഷം ആ എലമെൻറ്റിൻ്റെ, അതായത് 2ൻ്റെയും മീൻസ് റോസിൻ്റെയും കോളത്തിൻ്റെ സൈസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാനിവിടെ 300 പിക്സൽ എന്ന് കൊടുക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 2 റോസ് ഇവിടെ വന്നിട്ടുണ്ട്. 300 പിക്സലിലുള്ള 2 റോസ് വന്നിട്ടുണ്ട്. നമ്മൾ റിപ്പീറ്റ് 2 കൊടുത്തുകൊണ്ട് 2 വട്ടം അത് വന്നിട്ടുണ്ട്. അതേപോലെ കോളംസ് നമ്മൾ റിപ്പീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. 200 പിക്സലിൻ്റെ 2 കോളംസ്. ഒന്ന് ഇത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു കോളമാണ്,
ഇത് ഒരു കോളമാണ്, അങ്ങനെ 2 കോളം നമുക്ക് വന്നു. അപ്പോൾ റിപ്പീറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു, ചെസ് ബോർഡിൻ്റെ ടാസ്ക്. ആ ഒരു ചെസ് ബോർഡിൻ്റെ ടാസ്കിന് ഈ റിപ്പീറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾ ഇനി ചെയ്യണം. അതാണ് നിങ്ങൾക്ക് ഇനിയുള്ള അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ 1FR 2FR 1FR 2FR എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തതാണ്, നിങ്ങൾക്കറിയാം അല്ലേ. അതിനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റിപ്പീറ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്ത് ഈ ഒരു ചെറിയ കോഡിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റിപ്പീറ്റ് കോൺസെപ്റ്റ് മനസ്സിലാകും. അതുപോലെ മിൻമാക്സും ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ വേസ് എന്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. പിന്നെ ഒരു അഡ്വൈസർ ഉള്ളത്, നിങ്ങൾ വൺസ് റിയാക്റ്റും ബാക്കിയുള്ള കോൺസെപ്റ്റും ഒക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് നിങ്ങൾ മറക്കും. 100% ഉറപ്പാണ്. ഞാൻ എല്ലാവരിലും കണ്ടിട്ടുള്ള കാര്യമാണ്. ഈവൻ ഞാനാണെങ്കിലും ചിലപ്പോൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു ചീറ്റ് ഷീറ്റ് തരും. ഫ്ലെക്സിൻ്റെ ചീറ്റ് ഷീറ്റ് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചീറ്റ് ഷീറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ ചീറ്റ് ഷീറ്റ് എപ്പോഴും സേവ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. നമ്മൾ ഒരിക്കലും ഇതെല്ലാം മീൻസ് എല്ലാ കോൺസെപ്റ്റുകളും തലയ്ക്കകത്ത് തന്നെ വെക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മുടെ കയ്യിൽ ഇൻ്റർനെറ്റ് ഉണ്ട്, സിസ്റ്റം ഉണ്ട്, നമുക്ക് നോക്കി ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ നോക്കി ചെയ്യുമ്പം ഏതൊക്കെ എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നോളജ്, ഒരു മിനിമം നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ചീറ്റ് ഷീറ്റ് എപ്പോഴും സേവ് ചെയ്ത് വെക്കുക. ഇപ്പോൾ എല്ലാ ഡെവലപ്പേഴ്സും ഇപ്പോൾ കാണാതെ ഒന്നും എല്ലാം ചെയ്യണമെന്ന് ഒരു നിർബന്ധവും. വർക്ക് കംപ്ലീറ്റ് ആക്കുകയെന്നേ ഉള്ളൂ. എന്നാലും കാണാതെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറേ നാളത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാതെ ചെയ്യാനായിട്ട് പറ്റും എല്ലാം തന്നെയും. എന്നിരുന്നാലും നിങ്ങൾ ഫസ്റ്റ് ബിഗിനേഴ്സായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാതെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊന്നും നിങ്ങൾക്ക് വേണ്ട. പലരിലും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്നൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് മറ്റുള്ളവരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും, ഇതേപോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ലയോ എന്നുള്ള അങ്ങനെയുള്ള കമ്പാരിസൺ ഒന്നും വേണ്ട. എല്ലാവരുടെയും ബ്രെയിൻ എന്ന് പറയുന്നത് യുണീക്കാണ്. ഓരോരുത്തരുടെയും ഫിംഗർ പ്രിൻറ്റ് പോലെ തന്നെ ഡിഫറൻ്റ് ആണ് ഓരോരുത്തരും തിങ്ക് ചെയ്യുന്ന വേയും. അതായത് എല്ലാം യുണീക്കാണ്. എല്ലാവരുടെയും ബ്രെയിനും എല്ലാവരും തിങ്ക് ചെയ്യുന്നത് യുണീക്കാണ്. പഠിക്കുന്ന ലെവലും യുണീക്കാണ്. അപ്പോൾ അതിനകത്ത് ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നം വേണ്ട. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഷീറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ടാസ്ക് നോക്കി ചെയ്യരുത്. ടാസ്ക് മാക്സിമം നിങ്ങൾ കാണാതെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ പഠിക്കുന്നതാണ്. ഈവൻ നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീറ്റ് ഷീറ്റ് യൂസ് ചെയ്യാം, ഓൺലൈൻ മീഡിയാസ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഗ്രിഡിൻ്റെ പ്ലേസിംഗ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക്